പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്കുള്ള LNGയുമായി ഒരു ചരക്ക് കപ്പൽ കൂടി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടു. മാൾട്ടയുടെ പതാകയേന്തിയ ദിശ എന്ന LNG ടാങ്കർ കപ്പലാണ് കടലിടുക്ക് കടന്നതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. ഏകദേശം 62,000 ടൺ LNG വഹിക്കുന്ന കപ്പൽ വ്യാഴാഴ്ചയോടെ ഗുജറാത്ത് തീരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US ഇറാൻ സമാധാന കരാർ ജൂൺ 19 ഒപ്പുവെക്കുമെന്നും ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി പൂർണ്ണമായി തുറന്നുകൊടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഈ നിർണായക നീക്കം. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് മുറിച്ചുകടക്കുന്ന ആദ്യ കപ്പലാണ് ദിശ. പശ്ചിമേഷ്യൻ മേഖലയിലെ കടുത്ത സംഘർഷത്തെ തുടർന്ന് നിലവിൽ 325 ഇന്ത്യൻ നാവികരാണ് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതുകൂടാതെ ഗൾഫ് മേഖലയിലാകെ ഏകദേശം 18,000-ഓളം ഇന്ത്യൻ നാവികരും സമാനമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുടുങ്ങിക്കിടക്കുന്ന നാവികർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോഴും ഇതുവരെ ഇന്ത്യയിലേക്കുള്ള 15 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി പിന്നിട്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ജൂൺ 19 ഒപ്പുവെക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. ഇതോടൊപ്പം ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഭാവിയിൽ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുകയില്ല. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ പശ്ചിമേഷ്യൻ മേഖലയിലെ കപ്പൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യാന്തര സമൂഹം.